പറഞ്ഞാൽ മതി. ഇതിനകത്ത് എവിടെയാണ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്? ഈ പാറമടയ്ക്ക് അനുമതി എവിടെയാണ്? സാറേ എവിടാണ് ഇത് പ്രവർത്തിക്കാൻ അനുമതിയുള്ള ഏസോണോ? സാർ അതൊന്ന് കാണണം. നമുക്ക് നിലവിൽ നമുക്കറിയാവുന്നത് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി ഇല്ല എന്നുള്ളതാണ്. പ്രവർത്തിക്കാൻ അനുമതി ഇല്ല എന്നുള്ളത് ഇവിടെ പത്രത്തിൽ വാർത്ത വന്നതാണ്. പിന്നെ ഏത് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് അറിഞ്ഞേ സാധിക്കത്തുള്ളൂ. അനധികൃതമായി പ്രവർത്തിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു 6 മാസം മുമ്പ് പത്രത്തിൽ വാർത്ത വന്നിരുന്നു ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി ഇല്ല എന്നുള്ളത്. അതിനുശേഷം നമുക്ക് കാണാം ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു സാധനം പോലും കൊണ്ടുപോയിരിക്കാൻ വേണ്ടിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അതിനുശേഷം ഇവിടെ അനുമതി കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഞാൻ പറഞ്ഞോട്ടെ, ഞാനിവിടുത്തെ മൈൻസ് ഫോർമനാണ്. നമുക്ക് 2 ലീസായിരുന്നു. ഒരു ലീസിന്റെ കാലാവധി തീർന്നു. ആ ഏരിയ കെട്ടടിച്ചടിക്കുന്നത്. നമ്മുടെ 2ാമത്തെ ലീസിന്റെ പെർമിറ്റ് നമുക്കിപ്പോൾ 1 വർഷത്തേക്ക്. അപ്പൊ ആ ഭാഗത്ത് വർക്ക് നടക്കുന്നത് കണ്ട കാണിക്കാൻ നാട്ടുകാരൊരു പ്രതിഷേധമാണ് കേട്ടത്. ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. അഭിലാൽ, എന്താണ് അവർ പറയുന്നതിലെ ഒരു വസ്തുത? അധികൃതർ എന്തെങ്കിലും കാര്യത്തിൽ പറയുന്നുണ്ടോ? ശരി, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. എന്തായാലും ആദ്യം ഈ മനുഷ്യജീവൻ ഉണ്ടെങ്കിൽ രക്ഷിക്കുക എന്നതാണ് പ്രധാനം. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിയുന്നുണ്ടോ? ശരി, നമുക്ക് അവിടുത്തെ പ്രതികരണങ്ങളൊന്നും കേൾക്കാം. മഹാദേവിയും അജയറായിയുമാണ് ഇതിനുള്ളിൽ പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവരെ നീക്കം ചെയ്യുന്ന സമയത്തോ ഓപ്പറേറ്റർ ഒന്ന് ഹെൽപ്പറുമാണെന്ന് ഇവരോടൊപ്പം നിന്ന അവരുടെ സഹപ്രവർത്തകർക്കൊപ്പം മുമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പാറ ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു സങ്കടത്തിലാണ് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ. ട്രെയിൻ വന്നതിന് ശേഷം അതിലൂടെ റോപ്പിൽ തൂങ്ങി സേഫ്റ്റി ബെൽറ്റ് തൂങ്ങി എന്തെങ്കിലും ചെയ്യാനും പറ്റും. അത് നിലവിൽ ഈ എസ്കലേറ്ററിൻ്റെ മുകളിലുള്ള പാറകൾ മാറ്റേണ്ടതുണ്ട്. അതിനുശേഷമേ നമുക്ക് ഈ എസ്കലേറ്ററിൽ അകത്തേക്ക് പരിശോധിക്കാനോ മറ്റു കാര്യങ്ങളും പറ്റും. ഇപ്പോഴും ഭാഗങ്ങൾ അടർന്ന് വീഴുന്നുണ്ട്. നമ്മൾ വന്നതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം മുകളിൽ നിന്ന് പാറകൾ അടർന്ന് വീഴുന്നതാണ്. രക്ഷാപ്രവർത്തനം ദുർഘടമാണ്.